ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിനും തിരുക്കുറുമാരനും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ പെരുമ്പാവൂരിനടുത്ത് ചേരനല്ലൂർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ചേർന്നിരുന്നു വരുന്നു. ഞാൻ 2022 +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ഭാഷ പഠിച്ച് പുറത്തു പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഭാഷ പഠിച്ചു. B2 എക്സാം ആവാറായി. എക്സാം കുറേ തവണ എഴുതിയെങ്കിലും ലിസണിങ് റീഡിങ് മാത്രം പാസ്സായി. റൈറ്റിങ്ങും സ്പീക്കിങ്ങും കുറേ പ്രാവശ്യം എന്ത് പാസ്സാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഫെയിലായിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ അനിയത്തി പറഞ്ഞു, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്മ മാതാവ് നിനക്ക് അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുന്ന് പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം നീ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം തന്നെ ഞാനൊരു അച്ഛൻ വഴിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നവംബർ 22 ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സാധാരണ ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ഇൻ്റർവ്യൂ ഞാൻ നന്നായി പഠിച്ചൊരുങ്ങായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂ മാത്രമേ എനിക്ക് അത്ര പഠിക്കാനും കാര്യങ്ങളും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അമ്മമാതാവിൻ്റെ കാശിരൂപം കയ്യിൽ പിടിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ കാശിരൂപവും തൈലം നെറ്റിത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ട് അതും കൊണ്ടിരുന്ന് അറ്റൻഡ് ചെയ്തു. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിലേക്കാണ് റിസൾട്ട് വരാറ്. അന്ന് പിറ്റേ ദിവസം അച്ഛനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അലീന ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു മെയിൽ വന്നു. ഇൻ്റർവ്യൂവിൽ ലാംഗ്വേജ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ B2 എക്സാം മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് നഴ്സിങ്ങിന് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എന്തായാലും അവിടെ ചെന്ന് ഒരു 2 വർഷത്തിനുള്ളിലെങ്കിൽ എനിക്ക് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിക്ക് മുന്നിട്ട് ഇവിടെ നിന്നെങ്കിലും ഒന്ന് എഴുതിയെടുക്കാനായിട്ടുള്ളൊരു കൃപ നീ തലയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഇതിലായിട്ട് പിറ്റേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരത്തി വിളിച്ചിട്ട് പറഞ്ഞു, അലീന എക്സാം ഡേറ്റ് കിടക്കുന്നുണ്ട്, നീ എടുക്കണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഡിസംബർ 18 എനിക്ക് എക്സാം ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര സന്തോഷവും എന്തെന്നില്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കാശിരൂപം കൊണ്ട് തന്നെ പോയി. ഇതിലും ഞാൻ അത്ര പഠിച്ചൊന്നുമില്ല, ആകെ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ കാശിരൂപം കൊണ്ട് പോയി എക്സാം എഴുതി. അപ്പോൾ ഞാൻ അവിടെ വിശ്വസിച്ച് അമ്മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവിടെ വിതറിയിട്ട് പറഞ്ഞു, ഇനി എനിക്കൊരു എക്സാം എഴുതാനായിട്ടുള്ളൊരു ഇത് നീ തരരുത്, ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. സാധാരണ 7 ദിവസം കൊണ്ട് വരുന്ന റിസൾട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് വന്നു. ഞാൻ ആകെ പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ എനിക്ക് അമ്മ മാതാവ് സ്പീക്കിങ്ങിൽ 84 മാർക്കും റൈറ്റിങ്ങിന് 66 മാർക്ക് നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. വിസയ്ക്ക് വെച്ചു. കൂടെ വെച്ച എല്ലാവർക്കും 7 ദിവസം 15 ദിവസം കൊണ്ട് വിസ കിട്ടി. എൻ്റെ മാത്രം 23 ദിവസമായിട്ടും ഒരു നീക്കുവെക്കൂല. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്നു. അച്ഛൻ എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തടസ്സങ്ങളൊന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. പോണേൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാണ്, ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിൻ്റെ കൂടിയാണ് വരാനുള്ളൂ, അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ കൂടി ഇത് ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ എൻ്റെ കൂടി ബുക്ക് ചെയ്തു, എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും വിസ അമ്മ മാതാവ് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും അച്ഛനത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം എനിക്കൊരു തോന്നൽ, ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ ഇതുവരെയായിട്ടും ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ അമ്മ എല്ലാ ചൊവ്വാഴ്ചയും പൊതിച്ചോറോ ഓരോ അനാഥാലയങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ബൈബിൾ വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു തോന്നൽ തോന്നി, എൻ്റേതായാലും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു ജീസസ് ഭവനിൽ ഞാൻ പിറ്റേ ദിവസം പോയിട്ട് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ, കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് അവിടെ കൊടുത്ത് വിതരണം ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് കാണുന്നത് എൻ്റെ പ്രോസസ്ഡ് വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ട്, 2 ദിവസത്തിനകം കൊറിയർ വഴിയായിട്ട് നിങ്ങൾക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. മാർച്ച് 31 ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനത്തിന് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പോകും. പിന്നെ എൻ്റെ പപ്പയ്ക്ക് ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബിസിനസ് ചെയ്യുമെങ്കിൽ നമുക്ക് അതിൻ്റേതായ വലിയ പ്രതിഫലമൊന്നും കിട്ടിയിരുന്നില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് ഓർഡറുകൾ എടുക്കാനും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകി അമ്മ മാതാവിന് തിരുക്കുമാരനെ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാൻ ഇത്രയും വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
പത്രം വിതരണം ചെയ്യലും ധ്യാനം കൂടുതലൊക്കെ എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും നാൾ ഉടമ്പടി എടുക്കാണ്ട് ചെയ്തിരുന്നത്. പക്ഷെ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു ദിവസം പോലും വൈകാണ്ട് വീട്ടിൽ ചെല്ലും. പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. അമ്മ മാതാവിനെ പറ്റി, അമ്മ മാതാവ് നൽകിയിട്ടുള്ള ഓരോരുത്തർക്ക് നൽകിയുള്ള സാക്ഷ്യങ്ങളെ പറ്റി ഞാൻ അവർക്ക് വിവരിച്ചും കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കൽ, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്തിരുന്നു. ഓരോരുത്തർ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുമ്പോഴും എനിക്ക് നാളെ പരീക്ഷയാണ്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് ഇരുന്ന് അമ്മ മാതാവിനോട് എൻ്റെ നിയോഗങ്ങളോട് ചേർത്ത് ഞാൻ അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കെങ്കിലും ആദ്യം പള്ളിയിലൊക്കെ പോയതിൽ കുർബാന കൂടും. പക്ഷേ എന്തിനാ പള്ളി പോകണമെന്നുള്ള എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കൊന്തയുണ്ടാവും. ഒരു 5 മിനിറ്റ് എനിക്ക് വെറുതെ വിട്ടാണെങ്കിൽ ഞാൻ അപ്പം ഇരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു മനസ്സിൽ. അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കും. അങ്ങനെ ദൈവത്തെ പറ്റി കൂടുതൽ അറിയാനും പിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച അമ്മ മാതാവ് എന്തായാലും തിരുക്കാമാരിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു അനുഗ്രഹം നൽകിയിരിക്കും. ഏകാന്തതയിൽ വിജനസ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ ബൈബിളിൽ നമുക്ക് സുപരിചിതനാണ്. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14:23 ഈശോ എങ്ങനെയാണ് ദൈവപിതാവുമായിട്ട് അനുദിനം ബന്ധപ്പെട്ടിരുന്നത്, ഈശോയുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ആ ഒരു അനുഭവ തലത്തിലേക്കൊക്കെ യുവതീ-യുവാക്കൾ ബോധ്യങ്ങളിലൂടെ അവർ കടന്നു വരികയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കാൻ തന്നെ മടിയുണ്ടായിരുന്ന മക്കളൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ദൈവസ്നേഹത്തിൽ വളരുകയും കൂദാശ ജീവിതത്തെ കൂടുതൽ ദൃഢതരമാക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സമ്പത്ത്. ആ ഒരു സമ്പത്ത് കൊണ്ടാണ് നമുക്ക് നിത്യജീവൻ നേടാൻ കഴിയുക. ഭൗതികമായ നമ്മുടെ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ ലോകത്തിൽ മാത്രം, ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ ഉടമ്പടി എന്താണെന്ന് വ്യക്തമായി വളരെ അർത്ഥസമ്പുഷ്ടമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് നമുക്കൊരു ആകർഷണം തന്നെയാണ് പ്രാർത്ഥനയോടും പ്രാർത്ഥനാ ജീവിതത്തോടും ദൈവസ്നേഹത്തിലൂന്നിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനും. താനൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, തൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ് താനിപ്പോഴും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ബോധ്യം വന്ന് അന്ന് തന്നെ ഈ മകൾക്ക് പിന്നീട് അതുവരെയും വരാതിരുന്ന മെസ്സേജുകളൊക്കെ എങ്ങനെ ഏജൻസിയിൽ നിന്ന് വരുന്നു, പിന്നീട് എങ്ങനെയാണ് സ്പീഡപ്പ് ആകുന്നത് കാര്യങ്ങൾക്ക്. അതായത് എത്രമാത്രം നാം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം ഫലം നമുക്ക് ലഭിക്കും. അത് ഉടമ്പടിയുടെ ഒരു അനുഭവം തന്നെയാണ്. ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നാം തുടരെ കേൾക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ജീവിതത്തിൽ തനിക്ക് 2 വർഷമായിട്ട് തൻ്റെ ഒരു സ്വപ്നമാണ് ജർമ്മനിയിലേക്ക് പോവുക എന്നുള്ളത്. അത് ഇന്നിവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയിലൂടെ ഈശോ ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.